എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പുതിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പഴയ രീതി മാറ്റി ഒരു പുതിയ രീതിയിൽ അർത്ഥം മനസ്സിലാക്കി സാവധാനം. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 9-ാമത്തെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വാക്യമാണ്. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മൾ കാറ്റക്കിസത്തിൽ പഠിച്ചപ്പോൾ ഇത് കേട്ടിട്ടുണ്ട്. ബൈബിളിൽ മറ്റെവിടെയും ഇങ്ങനെ എഴുതിയിട്ടില്ല ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പറയണതായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയതൊന്നുകൂടി വായിക്കേണ്ടി വരികയാണ്. വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞതാണ്, നമുക്ക് ഉപരിയായിട്ടുള്ള ദൈവത്തോട് ഒന്നുപോലെ സ്വന്തക്കാരാണ് നമ്മൾ. സോളമന്റെ പ്രാർത്ഥനയാണ്. സ്വർഗാതിസ്വർഗങ്ങളുടെ 1 രാജാക്കന്മാർ 8:27. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. ഈ വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ വാക്ക് എന്തൊരു മനോഹരമാണല്ലേ. സോളമന്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും. ഇപ്പം നമ്മൾ പറയണത് എന്താ? ഇവിടെ വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറയണതിന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് സ്വർഗാതിസ്വർഗത്തിന് വസിക്കുന്ന ദൈവത്തോട് ഒന്നാകാം. ഒന്നുപോലെ സ്വന്തക്കാരാണ് നമ്മൾ. സ്വർഗാതിസ്വർഗങ്ങളിൽ വസിക്കുന്ന ആ ദൈവവുമായിട്ട് നമ്മൾ ആരാണിപ്പോൾ? നമ്മൾ സ്വന്തക്കാരാണ്. ആ ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്നു. ആ ദൈവവുമായിട്ട് നമ്മൾ ഒന്നായി സ്വന്തക്കാരാണ് നമ്മൾ. ഇതാണ് ഈ പിതാക്കന്മാരുടെ വാക്കുകളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആശയപ്രപഞ്ചമേ. അപ്പോൾ സ്വർഗാതിസ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം, ആ ദൈവവുമായിട്ട് ഒന്നുപോലെ സ്വന്തക്കാരാണ് നമ്മൾ. താഴെയുള്ളവരെ ദ്രോഹിക്കാൻ എങ്ങനെ കഴിയും? ശരിക്കും നമ്മൾ ആ ദൈവത്തിൻ്റെ സ്വന്തക്കാരായി കഴിയുമ്പോൾ ആ സ്വർഗീയ വിശാലത നമ്മുടെ ആത്മാവിലേക്ക് പ്രസരിച്ചു കഴിയുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ഈ ലോകം മുഴുവനിലുമുള്ള സകലരെയും നമ്മൾ സ്വന്തക്കാരായിട്ട് കാണുന്നു. എന്തെന്നാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവർ ആ വിളി കൊണ്ട് തന്നെ, ശ്രദ്ധിക്കണം, ഇത് വളരെ വലിയ കാര്യമാണ്, ആ വിളി കൊണ്ട് തന്നെ പാപപൂർത്തിയും ദത്തെടുക്കലും അവകാശിയാക്കലും സാഹോദര്യവും ഏറ്റുപറയുന്നു. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു അതെല്ലാം. അപ്പോൾ നമ്മൾ ആ വിളിയിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ആ സ്വർഗീയ അപ്പച്ചൻ്റെ വാത്സല്യ മകനാണ്. ഓക്കെ, കണ്ടിന്യൂയിങ്. അതെല്ലാം ദൈവത്തിന് അവിടുത്തെ ഏകപുത്രനുമായിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനവും അതിൽ ഉൾക്കൊള്ളുന്നു. മനസ്സിലായി? അതോടൊപ്പം ദൈവത്തിൻ്റെ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും അതൊക്കെ നമ്മുടെ ഉള്ളിൽ അവകാശമായി തരാം, അല്ലെങ്കിൽ അവകാശമായിട്ടുണ്ട്. എന്തെന്നാൽ ഈ അനുഗ്രഹങ്ങൾ എല്ലാം ഇല്ലാത്തവന് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഈ അനുഗ്രഹങ്ങൾ എല്ലാം ഇല്ലാത്തവന്, അപ്പോൾ നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉൾക്കണ്ണുകൾ തുറന്ന് ഈ അനുഗ്രഹങ്ങളുടെ കലവറ നമ്മൾക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള ആ അവബോധം നമുക്കുണ്ടാകണോ വേണ്ടയോ? അതാണ് നമ്മളുടെ പുതിയ പ്രാർത്ഥനാ ശൈലിയിൽ നമ്മൾ ആ അവബോധങ്ങളോടെ
അവബോധങ്ങളോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ വികാരങ്ങളെ ഉണർത്തുന്നു. ഇതിനെ വേറൊരു ഭാഷയിലൊന്ന് പറഞ്ഞു നോക്കാം. നിൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് ഒരു വികാരമില്ലല്ലോ. കണ്ടോ, നമ്മൾ ചിലവരുടെ പ്രാർത്ഥന കാണുമ്പോൾ ഒരു വികാരമില്ല. എന്താ വികാരമില്ലാത്ത പ്രാർത്ഥന? സർവ്വസ്രായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ പിതാവ് പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ പോലെ പോലാണമേ. ഉണ്ടോ? പ്രാർത്ഥിച്ചു, പക്ഷേ എവിടെയും തൊടുന്നില്ല. എവിടെ പ്രാർത്ഥിച്ചു? അധരം കൊണ്ട് അധര വ്യായാമം നടത്തി. ഹൃദയത്തിൽ തൊട്ടാലല്ലേ വികാരം ഉണ്ടാകാം. അതാണ് വികാരം. പ്രാർത്ഥിക്കുമ്പോൾ വികാരം ഉണ്ടാകണം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം എൻ്റെ അകത്ത് ഇങ്ങനെ വരണത്. ഞാൻ പറഞ്ഞോട്ടെ. കുർബാനയെക്കുറിച്ച് ഞാൻ എല്ലാ ധ്യാനത്തിലും വിശദമായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അച്ഛന്മാരുടെ ധ്യാനത്തിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കുർബാന അർപ്പിച്ചു. അച്ഛന്മാരാണ് അല്ല. അപ്പോൾ അതിൽ അന്ന് 2 രീതിയിലുള്ള അച്ഛന്മാർ, 3 രീതിയിലുള്ള അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സീറോ മലബാർ രീതിയിൽ കുർബാന അർപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരച്ഛൻ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വർഗസ്നായ പിതാവിൻ്റെ കാര്യങ്ങളും അതിൽ പ്രത്യേകം പറഞ്ഞു, ഈശോയുടെ ജീവിത ബലിയാണത്. ഈശോ ചത്ത ബലിയല്ല അർപ്പിച്ചത്. അതായത് ആടിനെ അർപ്പിക്കണു, കാളേനെ അർപ്പിക്കണു എന്നെല്ലാം പറയുമ്പോൾ ചത്ത കാളേനെ അർപ്പിക്കണത്, ചത്ത ആടിനെയാണ് അർപ്പിക്കണേ. ആ വാക്ക് പറയണതിൽ ക്ഷമിക്കണം, എന്നാലേ അതിൻ്റെ അർത്ഥം ശരിക്കും വ്യാപ്തിയിൽ മനസ്സിലാവുള്ളൂ. ആടിനെ കൊന്നു അതിൻ്റെ മാംസം അർപ്പിക്കണം. അപ്പോൾ എന്താ? ചത്താട്. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ അർപ്പിച്ചത് സജീവ ബലിയാണ്. സജീവ ബലി. ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ രക്തം മുഴുവനും ചിന്തി സജീവ ബലി അർപ്പിക്കുകയാണ് ചെയ്തത്. പുരോഹിതനാണ്, പുരോഹിത ശുശ്രൂഷ നടത്തുന്നു. എന്നാൽ അതേസമയം ആട് ബലിവസ്തുവും കൂടിയാണ്. പുരോഹിതനായി ബലി അർപ്പിക്കുന്ന അതേ സമയത്ത് ബലിവസ്തു കൂടിയാണ്. എങ്ങനത്തെ ബലിവസ്തു? ചത്ത ബലിവസ്തുവല്ല, സജീവ ബലിവസ്തു. എന്തിനു പറയണു? ആ കുർബാന ഞാൻ ഒരിക്കലും മറക്കില്ല. ആ കുർബാനയിൽ അച്ഛൻ ആരംഭം മുതൽ അവസാനം വരെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് കുർബാന അർപ്പിച്ചത്. അപ്പം മറ്റുള്ള റീത്തുകളിലെ അച്ഛന്മാരും പല അച്ഛന്മാർക്കും ഒരല്പം പ്രയാസം തോന്നി. എന്താ ഇദ്ദേഹം ഇത്ര വികാരഭരിതനാകണേ, ഇത്രയും വികാരഭരിതനാകണോ, അതൊന്ന് കൺട്രോൾ ചെയ്തൂടെ എന്നുള്ള ചിന്ത ആളുകൾക്കുണ്ടായി. ഒന്നും പറയുന്നില്ലല്ലോ, ആരൊന്നും പറയാനില്ല. പക്ഷേ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇത് അച്ഛൻ കാണുന്നുണ്ട്. പക്ഷെ അച്ഛന് ഒരു കൺട്രോളും ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛൻ അത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് തിരുവസ്ത്രങ്ങൾ എല്ലാം മാറ്റിയിട്ട് വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്നോട് ക്ഷമിക്കണം. അപ്പോഴും അച്ഛന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു അധിക പ്രസംഗം പറയല്ല, ഇത് വളരെ പ്രധാന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ 38 വർഷമായി പുരോഹിതനായിട്ട്, പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ജീവിത ബലി, ക്രിസ്തു പുരോഹിതനും സജീവ ബലിവസ്തുവായിട്ട് അർപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വികാരത്തെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വാസ്തവത്തിൽ ക്രിസ്തു കുരിശിൽ കിടന്നിട്ട് കണ്ണുനീരൊഴുക്കി വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ? എനിക്ക് അങ്ങനെ കരയാനാണ് വന്നത്. അതുപോലെ ഞാൻ കുരിശിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആദ്യമായിട്ട് 38 വർഷമായിട്ട് ഞാൻ കുർബാന ചൊല്ലിയിട്ട് ഇന്നാണ് ഞാൻ പുരോഹിതനും സജീവ ബലിയർപ്പിച്ച ക്രിസ്തു ബലിവസ്തുവായിട്ട് ബലിയർപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ വികാരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ക്രിസ്തുവിൻ്റെ വികാരവുമായിട്ടൊന്നായി. ഇതാണ് ശരിക്കും ബലിയർപ്പണം. ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. ക്രിസ്തുവാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വികാരം നിറഞ്ഞ പ്രാർത്ഥനയോട് ഒന്നാകണം നമ്മൾ. വികാരമില്ലാത്ത ആളല്ല ക്രിസ്തു, മനുഷ്യനാണ്. സാക്ഷാൽ എല്ലാ മാനുഷിക വികാരങ്ങളോട് കൂടി വികാരഭരിതനായി വാവിട്ട് കരഞ്ഞിട്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ 5-ലും 7-ലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം വരും.
അപ്പോൾ വികാരം ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ വികാരം ഉണ്ടാകണം. വികാരമില്ലെങ്കിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. കമ്പ്യൂട്ടറിൻ്റെ ചുമ്മാ ഒച്ച ഉണ്ടാക്കണ പാവകളുടെ പോലെയാണ്. നമ്മൾ അങ്ങനത്തെ പാവകളല്ല, നമ്മൾ അങ്ങനത്തെ റോബോട്ടല്ല. ഇത് വികാരമുള്ള മറ്റൊരു ക്രിസ്തുവാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ വികാരങ്ങളെ ഉണർത്തുന്നു. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ എല്ലാ ദിവസത്തെയും കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ ഇത് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിലും വലിയൊരു ഇടമില്ല. അത് വലിയൊരു കാര്യമാണ്. യേശു എപ്പോഴും വികാരഭരിതനായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത് കണ്ണുനീരോടുള്ള വികാരമാകാം, സന്തോഷത്തിൻ്റെ വികാരമാകാം. ലൂക്കാ 10:21 മത്തായി 11:25 പറയുന്നത് എന്താ? അവൻ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങിവയെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആത്മാവിൽ ആനന്ദിച്ചു. കണ്ടോ, ആനന്ദം വികാരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിസോസ്റ്റം പിതാവ് പറയുന്ന ഈ വാക്കുകളുടെ അടങ്ങിയിരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ വികാരങ്ങളെ ഉണർത്തുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുടെ മഹത്വം കൊണ്ടും പ്രാർത്ഥന വഴി നമ്മൾ സമ്പാദിക്കുന്ന ഉപകാരങ്ങളുടെ വലിപ്പം കൊണ്ടും. നമ്മുടെ വികാരങ്ങളുടെ കാരണം എന്താണ്? ഒന്ന്, ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുടെ മഹത്വം. ആരോടാണ് ഈ പ്രാർത്ഥിക്കണേ? സ്വർഗങ്ങളിൽ വസിക്കുന്ന മഹത്വം, ആ പിതാവിൻ്റെ മഹത്വം ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സീറോ മലബാറിൽ ആ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കേട്ടോ, ആരാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. സകല മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ഇതാണ് സത്യം, ഇതാണ് അവസ്ഥ. നമ്മൾ ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. എന്താ വിചാരിച്ചേക്കണേ? ഇനി വിശുദ്ധ സിപ്രിയാൻ പിതാവ് പറയുന്നത് കേൾക്കാം. സിപ്രിയാൻ, എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ പറയുന്നത്. ആളുകൾ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് സമാധാനത്തിൻ്റെ അധ്യാപകനും ഐക്യത്തിൻ്റെ ഗുരുവും ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തിൻ്റെ അധ്യാപകനും, എന്തൊരു ഭാഷയാണല്ലേ, സമാധാനത്തിൻ്റെ അധ്യാപകനും. ഇത് സീറോ മലബാറിലെ ഒരു പ്രത്യേകമാണ്. എന്താണ്? സമാധാനം നമ്മുടെ കൂടെ. ആൾത്താര ബാലന്മാർ പടക്കം പൊട്ടണമാതിരി ഇങ്ങനെ പറയാനായിട്ടില്ലേ, സമാധാനം നമ്മുടെ കൂടെ. എന്താ അതിൻ്റെ അർത്ഥം? ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്? അതാണ് സമാധാനത്തിൻ്റെ അധ്യാപകൻ, സമാധാന സ്ഥാപകൻ. എന്തിനു പറയുന്നു? സമാധാനം തന്നെ ആണ് അവൻ. എഫേസോസ് 2:14 അനുസരിച്ചിട്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്നത്, സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ, ദൈവരാജ്യം നമ്മോടുകൂടെ, ഈശോ മിശിഹ നമ്മോടുകൂടെ എന്നർത്ഥം. അപ്പോൾ അതെല്ലാം നമ്മൾ ആൾത്താര ബാലകർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ അത് പറയണത് നിസ്സാര കാര്യമേ അല്ല, വളരെ വലിയ കാര്യമാണ് അവരവിടെ ഉദ്ഘോഷിക്കുന്നത്. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. കർത്താവ് നമ്മോട് കൂടെ. ലത്തീൻ കുർബാനയിൽ അങ്ങനെ പറയുന്ന സ്ഥാനത്താണ് നമ്മളിവിടെ പറയുന്നത്, സമാധാനം നമ്മോട് കൂടി. ഈശോ അന്ത്യത്താഴ്വേളയിൽ അവസാനം പറഞ്ഞതാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞതാണ്, സമാധാനം നിങ്ങളോട് കൂടെ. എന്നിട്ട് തൻ്റെ മുറിവുകൾ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ മഹത്വീകരണത്തിൻ്റെ അവസ്ഥയാണ് സമാധാനം. ഈ കുരിശിനെയും മരണത്തിൻ്റെയും മേൽ വിജയം സ്ഥാപിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കിയിരിക്കുന്നു.
അതാണ് സമാധാനത്തിൻ്റെ അധ്യാപകനും ഐക്യത്തിൻ്റെ ഗുരുവും. ഒരു കാര്യം ആഗ്രഹിക്കുന്നില്ല. എന്താഗ്രഹിക്കുന്നില്ല? ആളുകൾ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന്. അതായത് എൻ്റെ പിതാവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒറ്റയ്ക്കുള്ളൊരു പ്രാർത്ഥനയല്ല. ഇത് ഈ ദൈവരാജ്യത്തിൻ്റെ, ഈ പ്രപഞ്ചം മുഴുവനെയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പിതാവേ എന്നല്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നതിൽ ഈശോയും പരിശുദ്ധാത്മാവും മാതാവും സകല വിശുദ്ധന്മാരും സകല മനുഷ്യമക്കളും അടങ്ങിയിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന പൊതുവായിട്ടുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതുമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടെ നിന്ന് നിശ്ചയിച്ചു. അവിടെ നിന്ന് നമ്മെ എല്ലാവരെയും വഹിക്കുന്നത് പോലെ. ഇതൊക്കെ ഭയങ്കര. എങ്ങനെയാണ് അവിടെ നിന്ന് നമ്മെ എല്ലാവരെയും വഹിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ വഹിക്കുന്നത്? അവിടെ നിന്ന് തൻ്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ ആദം എന്ന ഒരു വ്യക്തിയിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തു എന്ന വ്യക്തിയിൽ മനുഷ്യവംശം മുഴുവനും ഒന്നാണ്. ആ കാലിത്തൊഴുത്തിലെ പിള്ളത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് ഉണ്ണീശോയിൽ ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരും ഉണ്ട്. ഇതാണ് വിശ്വാസം. ഇത് പറയുമ്പോൾ കാറ്റഗിസം ഒന്നെടുക്കുകയാണ്. കാറ്റഗിസത്തിൽ 521 പറയുന്നൊരു കാര്യമാണ്, യേശുവിൽ മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു. അവിടത്തോടുകൂടി ഒന്നായി തീരാൻ നാം ക്ഷമിക്കപ്പെടുന്നു. അതാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി ഇവിടെ മറ്റൊരു വശത്ത് പറയുന്നത് അത് കുറച്ചുകൂടി ഗഹനമാണ്. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗവാക്കുകളാകാൻ വേണ്ടി ആണ് വചനം മാംസം ധരിച്ചത്. 460. ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെ, അങ്ങനെ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിന് വേണ്ടിയാണിത്. നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗവാക്കുകളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി, അതായത് ആ ദൈവിക സ്വഭാവത്തിൽ എല്ലാ മനുഷ്യരെയും പങ്കാളിയാക്കാൻ വേണ്ടി ഉണ്ടോ. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വായിക്കുകയാണ്, എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ പറയുന്നത്. ആളുകൾ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് സമാധാനത്തിൻ്റെ അധ്യാപകനും ഐക്യത്തിൻ്റെ ഗുരുവും ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന പൊതുവായിട്ടുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ നമ്മളെല്ലാവരും ഒന്നാണ്. എന്തുകൊണ്ട്? ഒരുവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നിശ്ചയിച്ചു. അവിടുന്ന് നമ്മെ എല്ലാവരെയും വഹിക്കുന്നത് പോലെ. 404 പറയുന്നത്, ആദം എന്ന ഒരു മനുഷ്യനിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നുള്ളതാണ് 404 CCC. ഇനി വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു, നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ അത്യാവശ്യം നമ്മെ നിർബന്ധിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരപരമായ പരസ്നേഹം നിർബന്ധിക്കുന്നു. കണ്ടോ, അത്യാവശ്യം, സാഹചര്യങ്ങളുടെ അത്യാവശ്യം. ഇപ്പോൾ നമുക്ക് ഉടുക്കാൻ വസ്ത്രമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ കിടപ്പടമില്ല. വ്യക്തിപരമായ ആവശ്യമാണത്. അപ്പോൾ അത്യാവശ്യമാണത്.
അത്യാവശ്യം കൊണ്ട് നമ്മെ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരപരമായ പരസ്നേഹം നിർബന്ധിക്കുന്നു. അതെങ്ങനെയാ? നമ്മളുടെ ഈ അനുഭവം പോലെ അനേകം പേര് വേറെയുണ്ട്. ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ, കിടപ്പാൻ കിടപ്പിടമില്ലാതെ അനേകം പേരുണ്ട്. അപ്പോൾ നമുക്കെന്ത് വ്യക്തിപരമായ ആവശ്യമുണ്ടോ അതുപോലെയുള്ള അനേകരുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. വ്യാഖ്യാനം: അവിടുന്ന് എല്ലാവരുടെയും പൊതുപിതാവായതുകൊണ്ടും നമ്മൾ എൻ്റെ പിതാവേ എന്ന് പറയാതെ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നു. എൻ്റെ പിതാവേ എന്നത് ക്രിസ്തുവിന് മാത്രം ചേർന്നതാണ്. കാരണം ക്രിസ്തു പ്രകൃത്യാ അവിടുത്തെ പുത്രനാണ്. ക്രിസ്തു മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ പിതാവേ എന്ന്. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ ഏകപുത്രനാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് അവിടുന്ന് എല്ലാവരുടെയും പൊതുപിതാവായതുകൊണ്ടും നമ്മൾ എൻ്റെ പിതാവേ എന്ന് പറയാതെ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നു. എൻ്റെ പിതാവേ എന്നത് ക്രിസ്തുവിന് മാത്രം ചേർന്നതാണ്. കാരണം ക്രിസ്തു പ്രകൃത്യ എന്ന് പറഞ്ഞാൽ ബൈ നേച്ചർ, ഉത്ഭവത്തിലെ തന്നെ അവിടുത്തെ പുത്രനാണ്. വിശുദ്ധ ക്രിസോസ്റ്റം സ്വർഗസ്ഥനായ എന്ന് കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് സ്വർഗത്തിലിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് അറിയുന്നതിനും സ്വർഗത്തിൽ ഒരു പിതാവ് ഉണ്ടായിരിക്കെ ഭൗതിക വസ്തുക്കളിൽ മുഴുവനുമായി മുഴുകുന്നത് ലജ്ജാകരമായി തോന്നാനുമാണത്. നമുക്ക് സ്വർഗത്തിലൊരു പിതാവ് ഉണ്ടായിരിക്കെ ഈ ഭൗതിക വസ്തുക്കളുമായി മുഴുകുന്നത് ലജ്ജാകരമായി തോന്നാനാണത്. വിശുദ്ധ കാസിയാൻ പറയാണ്, നമ്മുടെ പിതാവ് വസിക്കുന്നിടത്തേക്ക് ശക്തമായ ആഗ്രഹത്തോടെ ഇവിടെ വന്ന് വേഗത്തിൽ പോകാനാണത്. നമ്മുടെ പിതാവ് വസിക്കുന്നിടത്തേക്ക് ശക്തമായ ആഗ്രഹത്തോടെ ഇവിടെ നിന്ന് വേഗത്തിൽ പോകാനാണത്. ക്രിസോസ്റ്റം പിതാവ് സ്വർഗത്തിൽ എന്നത് ദൈവ സാന്നിധ്യം സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സ് ഭൂമിയിൽ നിന്ന് നീക്കി മുകളിലുള്ളവയിൽ ഉറപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അതാണ്. നമുക്കിവിടെ നിർത്താം, ഇല്ലേ? ഇവിടെ നിർത്താം നമുക്ക്.